ഇപ്പോൾ വന്ന ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് കടക്കുന്നു നമ്മൾ. തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി വേല വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. ജനുവരി 3-ന് പാറമേക്കാവും 5-ന് തിരുവമ്പാടിയും വെടിക്കെട്ടോടെ വേല ആഘോഷിക്കും. കേന്ദ്ര സ്ഫോടക വസ്തു നിയമപ്രകാരം വെടിക്കെട്ടിന് കളക്ടർ അനുമതി നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്യാം ദേവരാജും ജെയ്സൺ ചാമുളപ്പിലും നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, വേല വെടിക്കെട്ടിന് കോടതി കയറി ദേവസ്വങ്ങൾ അനുമതി നേടിയിരിക്കുന്നു. വിവരങ്ങൾ. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ ചാമുളപ്പിൽ, വേല വെടിക്കെട്ടിന് തിരുവമ്പാടിക്കും പാറമേക്കാവിനും അനുമതി ലഭിച്ചിരിക്കുകയാണ്. കോടതി കയറിയ തർക്കമാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ മറ്റന്നാൾ വേല വെടിക്കെട്ട് നടക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയിലേക്കാണ് ഇപ്പോൾ ദേവസ്വങ്ങൾക്ക് കോടതിയിൽ നിന്നുള്ള ഈ ഉത്തരവായി എത്തുന്നത്, അല്ലേ? സുജിയ, തീർച്ചയായും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വേലയ്ക്ക് ഹൈക്കോടതി ഈ കേന്ദ്ര നിയമപ്രകാരം അനുമതി നിഷേധിച്ചെന്നത് വലിയ ആശങ്ക പൊതുവെ പൂരപ്രേമികളിലും ഇരു ദേവസ്വങ്ങളിലും ഉണ്ടായിരുന്നു. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് നടക്കാൻ സാധ്യതയില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതിനിടയിലാണ് പൂരത്തിന് മുന്നോടിയായി ഇരു ദേവസ്വങ്ങളെയും വേല ആഘോഷം നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3-ാം തീയതിയും 5-ാം തീയതിയുമാണ് തിരുവമ്പാടിയിലും പാറമേക്കാവിന്റെയും വേല ആഘോഷങ്ങൾ നടക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടിനാണ് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചത്. ഇതിനെ ചോദ്യം ചെയ്താണ് ഇരു ദേവസ്വങ്ങളും ഹൈക്കോടതി സമീപിച്ചത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ചാണ് അനുമതി നിഷേധിച്ചത്. അത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ അനുകൂലമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇരു ദേവസ്വങ്ങൾക്കും വലിയ ആശ്വാസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ മെയ് മാസം ആദ്യവാരം നടക്കുന്ന തൃശൂർ പൂരത്തിന് ഇതേ അനുമതിയും ഇതേ നിലപാടും തുടരുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എങ്കിൽ പോലും ഇതിന്റെ ആശ്വാസകരമായ അനുമതി നിഷേധിച്ചതിനെ മറികടന്നാണ് വേല വെടിക്കെട്ട് നടക്കാൻ പോകുന്നത്. വേല വെടിക്കെട്ടിന് അനുമതി നൽകുമ്പോൾ സമാനമായ രീതിയിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും സ്ഫോടക വസ്തു നിയമപ്രകാരമാണല്ലോ എല്ലായിടത്തും ഈ അനുമതി നിഷേധിക്കുന്നത്. അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഒരു അനുമതി അത് കിട്ടുമെന്നുള്ളത് ഉറപ്പാവുകയല്ലേ ഈ ഒരു അനുമതി വരുന്നതിലൂടെ? തീർച്ചയായും സുജിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയ ആശ്വാസമാണ് സത്യത്തിൽ. നിരവധി പ്രതിസന്ധികളിലൂടെയാണ് തൃശൂർ പൂരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കടന്നുപോയത്. നമുക്കറിയാം, ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി വിഷയങ്ങൾ. അതിനെ മറികടന്നത് സുപ്രീം കോടതി വിധിയിലൂടെയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ മറികടന്നത് ഹൈക്കോടതി വിധിയിലൂടെയാണ്. വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഈ ആശ്വാസം സ്ഥിരമായി ആശ്വാസം നിലനിൽക്കാൻ ഇനിയും തുടർ നടപടികൾ വേണ്ടിവരും. വേലയ്ക്കുള്ള വെടിക്കെട്ട് എന്ന് പറയുന്നത് ചെറിയ തോതിലുള്ള വെടിക്കെട്ടാണ്. പക്ഷേ തൃശൂർ പൂരത്തിൻ്റെത് വലിയ തോതിലുള്ള വെടിക്കെട്ടാണ്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി എതിർ ഹർജികളും വരാനുള്ള സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് വരുന്ന ആളുകൾ കൊണ്ട് പോകേണ്ടി വരും. പക്ഷേ ജെയ്സൺ ചാമുളപ്പിലാണ് ക്യൂക്ക് അപ്ഡേറ്റുമായി എത്തിയത്.